മൃണാൽ വ്ലോഗ് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, മൃണാലിന്റെ ഹംഗ്രി മൃണാൽ കോൺസെപ്റ്റ് ഈസ് ഗുഡ്, ബട്ട് പ്രൊമോഷൻ ചെയ്യുന്ന തന്റെ നാവ് അല്ലെങ്കിൽ തന്റെ അറഗൻസ്, തന്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് ഈ സാധനം പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ പണി വാളിക്കുന്നത്. മൂപ്പരന്നെ ആരെയോ കൂലിയും കൊടുത്ത് ക്യാമറാമാനും വെച്ച് ഒരു സൈഡിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യിക്കുക. മൂപ്പരന്നെ പോയിട്ട് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നു. ഇവനൊന്ന് ശരിയാക്കും ഞാൻ തുടങ്ങട്ടെ. ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾ പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാളും ഉണ്ടെന്നാണ്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? തന്റെ നാവ് അല്ലെങ്കിൽ തന്റെ അറഗൻസ്, തന്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് ഈ സാധനം പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ പണി വാളിക്കുന്നത്. ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അയാൾക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? അത് തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് ഇൻഫ്ലുവൻസറോ? മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്. ശരിക്കും എനിക്ക് തന്നെ അറിയാൻ പാലഞ്ഞാട്ടാണ്. നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങൾക്ക് അരി എത്തിക്കാനാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും, വിശന്ന് കാശില്ലാതെ വരുന്നവർക്ക് കൊച്ചിയിൽ ഞങ്ങൾ ഏത് ബ്രാഞ്ചിലായാലും ഫ്രീ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത് ശരിയാണോ? അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്ത് അക്രമം ചെയ്യാതെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നിങ്ങൾ നല്ലതെന്തെങ്കിലും ചെയ്യും. അതല്ലേ നല്ലത്. നല്ലത് ചെയ്താൽ നല്ലത് വരും. നല്ല ഉപദേശം. പോത്തിനോടാണോ വേദം ഓതുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല. നീ വേറൊന്നും ഉദ്ദേശിക്കണ്ട.